ഞങ്ങൾ ഒരു വർഷക്കാലമായി അഗർബത്തിൻ്റെ ബിസിനസ്സുകൾ ചെയ്തു വരുന്നു. സാധാരണ അഗർബത്തിയല്ല, ആയുർവേദ പച്ചമരുന്നുകൾ അടങ്ങിയ അഗർബത്തിയാണ്. ഇതാണ് അപരാജിത ധൂമചൂർണ്ണ തിരി. ഇത് സാധാരണ തിരികൾ പോലെയല്ല, കളറോ മറ്റ് കെമിക്കലോ ഒന്നും ചേർക്കാത്ത അപരാജിത ചൂർണ്ണ റോ കൊണ്ട് നിർമ്മിച്ച തിരിയാണ്. ഇന്നത്തെ ബിസിനസ് ഫീച്ചറിങ് എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് അനന്തനാണ്. അഗർബത്തി ബിസിനസ്, അഗർബത്തിയാണ് ആളുടെ ബിസിനസ്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചന്ദനത്തിരി ഉപയോഗിച്ച ആൾക്കാർ തന്നെയല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അനന്തൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബിസിനസ്സൊക്കെ വളരുമ്പോഴാണ് നമ്മുടെ നാട് വികസിക്കുക. അപ്പോൾ അനന്തൻ്റെ ബിസിനസ് നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് അനന്തൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റ്ലഞ്ചേരിയാണ് സ്ഥലം. ഞങ്ങൾ ഒരു വർഷക്കാലമായി അഗർബത്തിൻ്റെ ബിസിനസ്സുകൾ ചെയ്തു വരുന്നു. സാധാരണ അഗർബത്തിയല്ല, ആയുർവേദ പച്ചമരുന്നുകൾ അടങ്ങിയ അഗർബത്തിയാണ്. അപരാജിത ധൂമചൂർണം ഉപയോഗിച്ചിട്ടാണ് അഗർബത്തി നിർമ്മിക്കുന്നത്. ചൂർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയാണ്, സംസ്കൃതത്തിലാണ് ചൂർണം. ഇതിലടങ്ങിയിരിക്കുന്നത് നമുകപ്പുല്ല്, ചെഞ്ചല്യം, ദേവതാരം, അകിൽ, ഗുഗുലു, വയമ്പ് ഇവയെല്ലാമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതാണ് അപരാജിത ധൂമചൂർണ്ണ തിരി. ഇത് സാധാരണ തിരികൾ പോലെയല്ല, കളറോ മറ്റ് കെമിക്കലോ ഒന്നും ചേർക്കാത്ത റോ കൊണ്ട് നിർമ്മിച്ചതാണ്. അപരാജിത ചൂർണ്ണ റോ കൊണ്ട് നിർമ്മിച്ച തിരിയാണ്. ഇതിൽ സ്മെല്ല് ലൈറ്റായിട്ടുള്ള സ്മെല്ല് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും പകർച്ചപ്പനികൾക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ നമ്മൾ 2 പ്രൊഡക്റ്റാണ് വരുന്നത്. ഒന്ന് കുന്തിരിക്കൻ തിരി, പിന്നെ ഒന്ന് സാമ്പ്രാണി തിരി. പിന്നെ നമ്മൾ അപരാജിത ചൂർണ്ണത്തിൽ പെർഫ്യൂം ചെയ്യുന്നുണ്ട്. സാൻഡിലുണ്ട്, ലാവൻഡർ ഉണ്ട്, മസ്ക് ഉണ്ട്. ഇത് 3ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്രയും ചെറിയ സ്പേസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. സഹായിക്കാൻ വൈഫ്, അമ്മയുണ്ട്, സിസ്റ്റർ എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ അപരാജിത ചൂർണ്ണ അഗർബത്തി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നു. ആദ്യം നമ്മൾ അപരാജിത ചൂർണ്ണം നല്ല രീതിയിൽ മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഹോപ്പറിലേക്ക് ഇട്ട ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. വല്ല പൊടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, വല്ല ചെറിയ ചെറിയ ഇതുണ്ടോ ചെക്ക് ചെയ്യും. അതിനുശേഷം മെഷീനിലേക്ക് ബാംബു സ്റ്റിക്ക് ലോഡ് ചെയ്യും. അതിനുശേഷം അഗർബത്തിയായി പുറത്ത് വരും. നമ്മൾ ഈ അഗർബത്തി നല്ല രീതിയിൽ വല്ല പൊട്ടലോ പൊടിയിലോ വല്ലതുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച ശേഷം നല്ലത് മാത്രം എടുത്തിട്ട് ഉണക്കാൻ വയ്ക്കും. അതിനുശേഷമാണ് പാക്കിങ്ങിലേക്ക് വരുന്നത്. ഇത് അമ്മയാണ്, ഇത് വൈഫാണ്. ഞങ്ങൾ കുടുംബത്തോടെ ചെയ്യുന്ന സംരംഭമാണ് ഇത്. ഞങ്ങളിത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, oneyearagarbatti.com എന്നാണ്. അതല്ലാതെ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഞങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു തരുന്നതാണ്. പോസ്റ്റ് ഓഫീസ് വഴിയാണ് പ്രൊഡക്റ്റ് വരിക. പിന്നെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മൊത്തം 3 പ്രൊഡക്റ്റാണുള്ളത്. ഒന്ന് അപരാജിത ധൂമം തിരി, പിന്നെ ഒന്ന് കുന്തിരിക്കൻ തിരി, പിന്നെ സാമ്പ്രാണി തിരി, പിന്നെ നമ്മളുടെ മറ്റ് അപരാജിത ധൂമചൂർണ്ണത്തിൽ പെർഫ്യൂം ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അനന്തനൊരു അടിപൊളിയാണല്ലേ. സത്യം പറഞ്ഞാൽ അനന്തനെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും ഫീച്ചർ ചെയ്യാൻ പറ്റിയിട്ട് വളരെ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ചെറിയതായി വളർന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകളും. അപ്പോൾ അവരൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്തും അവരുടെ ബിസിനസ്സും നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുകയും വേണം. അപ്പോൾ അതിൽ സന്തോഷം. ഇനിയും നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. വീണ്ടും കാണാം. ബൈ.